നമസ്കാരം. ലോകം ഇപ്പോൾ ചൈനയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 20 രാഷ്ട്ര നേതാക്കൾ ചൈനയിലെ ഷാങ്ഹായിൽ ഒത്തുകൂടി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ചൈനയിലെ ടിയാൻജിനിലാണ് സമ്മേളനം നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ആതിഥേയരായ ചൈനയുടെ ഷീ ജിൻപിങ്, അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പിന്നെ കൂട്ടത്തിൽ രസകരമായൊരു സംഗതിയും അതിനിടയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ഇതിനൊക്കെ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും നേർക്കുനേർ വരുന്ന ഒരു സമ്മേളന വേദി കൂടിയാണ് ഷാങ്ഹായ് സമ്മേളനം. എന്നാൽ ഈ രണ്ട് നേതാക്കളും ഏതെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ച നടത്തുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുമോ എന്ന തരത്തിൽ ഇതുവരെ ഒരു വ്യക്തതയുമില്ല. അത്തരത്തിലൊരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം, അല്ലെങ്കിൽ അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏകപക്ഷീയ ഉപരോധം, അതിപ്പോൾ ചൈന ആയാലും ശരി, റഷ്യ ആയാലും ശരി, ഇതിനെല്ലാത്തിനും ശേഷം നടക്കുന്ന ഒരു ലോക സമ്മേളനം എന്ന നിലയ്ക്ക് ഷാങ്ഹായ് ഉച്ചകോടിയിൽ നിന്ന് എന്താണ് വരുന്ന വാർത്ത എന്ന തരത്തിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ട്വിറ്റർ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സിൽ 2 സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്ത്, ഒന്ന് അദ്ദേഹം ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിലാഷം, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. വിവിധ ലോക നേതാക്കളുമായി തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യത്തിൽ നല്ല ശുഭകരമായ ഫലം അതുമായി ബന്ധപ്പെട്ട് കിട്ടും എന്നാണ് തൻ്റെ പ്രതീക്ഷ എന്ന തരത്തിൽ ആ സമ്മേളനത്തിന് സംബന്ധിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. തൊട്ട് പിന്നാലെ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിൻ്റെ ടാഗ് ലൈൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്: ഓൾവേസ് എ ഡിലൈറ്റ് ടു മീറ്റ് ഹിം. ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് എപ്പോഴും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ഹസ്തദാനം ചെയ്യുന്നതും വാരിപ്പുണരുന്നതും കെട്ടിപ്പിടിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളാണ് നരേന്ദ്രമോദി തൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അങ്ങേ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് കാണുന്നുണ്ടോ, അതോ അദ്ദേഹം മോദിയുടെ ഈ എക്സ് പോസ്റ്റിന് ലൈക്ക് അടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഈ ഉച്ചകോടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു. അതിൽ ശ്രദ്ധേയമായ സംഗതി, ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദം സംബന്ധിച്ച് 2 നേതാക്കളും ചർച്ച ചെയ്തു. ഈ ഇസ്ലാമിക തീവ്രവാദം ചൈനയെയും പിടിമുറുക്കുന്നു എന്ന തരത്തിലുള്ള ആശങ്ക ചൈനയ്ക്കുണ്ട്. അപ്പോൾ അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരവാദം, അത് സംബന്ധിച്ചുള്ള ആശങ്ക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചു. അക്കാര്യത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുന്നതിന് ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകും എന്ന തരത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ചർച്ചയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നിർണായക സംഗതി. കാരണം കഴിഞ്ഞ ജൂണിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ ഷാങ്ഹായ് കൂടിക്കാഴ്ചയിൽ നമ്മുടെ രാജ്നാഥ് സിംഗ് ഈ ഷാങ്ഹായ് കരാർ, അല്ലെങ്കിൽ ഷാങ്ഹായ് സമ്മേളനത്തിന്റെ പ്രമേയം ഒപ്പുവെക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. അതിന് കാരണം ആ പ്രമേയത്തിൽ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു വരി പോലും എഴുതിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ആ പ്രമേയത്തിൽ പരാമർശമുണ്ടായിരുന്നു. അതിൽ ഈ കാര്യത്തിൽ ഇന്ത്യക്ക് കൃത്യമായ വിയോജിപ്പുണ്ട്. പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികൾ, അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നു വന്ന് നടത്തിയ ഭീകരവാദം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇക്കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശവും നടത്താതെ ഭാഗികമായി ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഈ ബലൂചിസ്ഥാൻ വിഷയം ഉന്നയിക്കുന്ന തരത്തിൽ ഒരു പ്രമേയം കൊണ്ടുവന്നതിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് രാജ്നാഥ് സിംഗ് അന്ന് ആ പ്രമേയം ഒപ്പുവെക്കാതെ ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും നടന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കുന്നതിന് ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകും എന്ന് ചൈന പറയുമ്പോൾ ആ കാര്യത്തിൽ ഒരു നിർണായക ഒരു നിലപാട് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരവാദത്തിന് 2 രാജ്യങ്ങളും ഇരകളാണ് എന്നുള്ള ഒരു നിലപാടാണ് ചർച്ചയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്തുണ, ഇക്കാര്യത്തിൽ ചൈനയുടെ പിന്തുണ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുമെന്ന് ചൈനയും പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് പിന്നീട് വന്നൊരു സംഗതി, അതായത് അമേരിക്കയ്ക്ക് എന്ത് മറുപടി കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത്. അത് സംബന്ധിച്ച് ഇപ്പോൾ
രണ്ട് നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ട്. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി എന്താണ് ചൈനീസ് പ്രസിഡന്റിനോട് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന അദ്ദേഹം തന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: രണ്ടുപേരും, അതായത് ഇന്ത്യയും ചൈനയും തന്ത്രപരമായ സഹകരണം തുടരും. അത് വ്യാപാരമായിക്കോട്ടെ, അതിർത്തി സഹകരണമായിക്കോട്ടെ, ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം എന്തുമായിക്കോട്ടെ, ഇക്കാര്യത്തിൽ തന്ത്രപരമായ സഹകരണം ഇന്ത്യയും ചൈനയും തുടരും. എന്നാൽ ഇത് മൂന്നാമതൊരു രാജ്യം അവരുടെ സൂക്ഷ്മദർശിനി വെച്ച് അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിച്ച് നോക്കേണ്ട കാര്യമില്ല. അതായത് അമേരിക്കയോട് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയും ചൈനയും പരസ്പരം സഹകരിക്കും, വ്യാപാരം നടത്തും, ഒരു പക്ഷേ ഭാവി കാലത്ത് രണ്ടും രണ്ട് സഖ്യങ്ങളായി തുടരുകയും ചെയ്യും. പക്ഷേ അത് മറ്റൊരു രാജ്യം ഏതെങ്കിലും തരത്തിൽ നിരീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 20ഓളം രാഷ്ട്രപ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു സമ്മേളനമാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടി അല്ലെങ്കിൽ ഷാങ്ഹായ് സഹകരണ സമ്മേളനം എന്ന് പറയും. അവിടെ പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ നമ്മുടെ മാൽദീവിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആയിട്ട് കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. അദ്ദേഹം മറ്റു പല രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് വിവരം. പക്ഷേ ഈ സമ്മേളനത്തിലേക്ക് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് വരുന്നുണ്ട്. അത് ഒരു കൗതുകകരമായ കാഴ്ചയായിരിക്കും. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറത്തിന് ശേഷം ചർച്ചയാകാം, ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പല വേദികളിൽ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യ അതിനോട് യാതൊരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല. ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്നതിൽ തൃപ്തികരമായ ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത പക്ഷം യാതൊരുവിധ സഹകരണവും ഉണ്ടാകില്ല, യാതൊരുവിധ നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പൊ അതിനുശേഷം രണ്ട് രാഷ്ട്ര നേതാക്കളും പരസ്പരം മുഖാമുഖം വരുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഈ ഷാങ്ഹായ് സഹകരണ സമ്മേളനം. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ആശയവിനിമയം രണ്ട് നേതാക്കളും തമ്മിൽ നടത്തുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഷാങ്ഹായ് സഹകരണ സമ്മേളനം ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അമേരിക്ക എല്ലാ രാജ്യങ്ങളോടും ഏതാണ്ട് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു. അതിലെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം. അതിന്റെ ഏറ്റവും തീവ്രത അനുഭവിക്കുന്നത് ഇന്ത്യയും ബ്രസീലുമാണെങ്കിൽ മറ്റു ചില രാജ്യങ്ങൾക്ക് അടിസ്ഥാന നികുതി 10% നിജപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഈ ഒരു ചാട്ടവാറടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ അമേരിക്ക ഒരു തുറന്ന യുദ്ധം എല്ലാ രാജ്യങ്ങളോടും പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന ഒരു ലോക സമ്മേളനം എന്ന നിലയ്ക്ക് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു പക്ഷേ ഈ സഹകരണ സമ്മേളനം, ഈ ഷാങ്ഹായ് സമ്മേളനമായിരിക്കാം ഇന്ത്യ, ചൈന, റഷ്യ സഖ്യത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്ന ഒരു വേദി എന്ന് വേണം പറയാൻ. ഇനി ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ, അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.